എന്താ പ്രശ്നം പറഞ്ഞു മേഡം? നമ്മുടെ കൊറോണ കാലത്ത് കൊറോണ വന്ന് അതിലച്ഛൻ കൊറോണയ്ക്ക് കുറച്ച് ദിവസം അഡ്മിറ്റായി. അത് കഴിഞ്ഞ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. അച്ഛനെനിക്ക് നഷ്ടപ്പെട്ടായിരുന്നു മേഡം. അതിൽ നിന്ന് എന്ത് തന്നെയായിട്ടും എനിക്ക് ഒരു മുഖത്തിനും കിട്ടുന്നില്ല. മെന്റലി ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്. ഇതൊരൊറ്റപ്പെട്ട സംഭവമേ അല്ല. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുക എന്നത് നമുക്ക് മനസ്സിന് വലിയൊരു ആഘാതം തന്നെയാണ്. അതിലും എത്രയോ വലിയ ആഘാതമാണ് ദുരന്തങ്ങളിൽപ്പെട്ടോ അപകടങ്ങളിൽപ്പെട്ടോ തീർത്തും അപ്രതീക്ഷിതമായി നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്നത്. ചില ദുരന്തങ്ങളിൽ ഒരു ആയുസിന്റെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെട്ട് ജീവൻ മാത്രം നിലനിർത്തി ചിലർ ബാക്കി. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രളയം, മഹാമാരി, ഉരുൾപൊട്ടലുകൾ, കോവിഡ് തുടങ്ങി പല വിധത്തിലുള്ള രൂപത്തിലും ഭാവത്തിലും ദുരന്തങ്ങൾ ആവർത്തിക്കുന്നു. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്ന പലവിധ ദുരന്തങ്ങളും ഈ അടുത്ത കാലത്തായി നമ്മളെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ അന്താരാഷ്ട്ര തലത്തിലുണ്ടാവുന്ന യുദ്ധങ്ങൾ, യുദ്ധക്കെടുതികളുടെ നേർക്കാഴ്ചകൾ, ഇതെല്ലാം നമുക്ക് സങ്കടകരമായ കാഴ്ചകളാണ്. ഇത്തരം അവസ്ഥകളിൽ ജീവൻ മാത്രം ബാക്കിയാവുന്ന ആൾക്കാരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് നാം ചിന്തിക്കാറുണ്ടോ? നാളെ നാം ഇത്തരമൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ, അതെ, ഈ വരുന്ന ഒക്ടോബർ 10 വെള്ളിയാഴ്ച വീണ്ടും ഒരു മാനസികാരോഗ്യ ദിനം കൂടി കടന്നു വരുമ്പോൾ നാം ചർച്ച ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയം ഇതാണ്: ആക്സസ് ടു സർവീസസ്, മെന്റൽ ഹെൽത്ത് ഇൻ കാറ്റസ്ട്രോഫ്സ് ആൻഡ് എമർജൻസി. ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ മാനസികമായി ശക്തി ആർജിക്കുവാനും ആഘാതമേറ്റ മനസ്സിനെ വീണ്ടും തിരികെ പഴയ രീതിയിൽ നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനും ഉതകുന്ന സേവനങ്ങൾ പെട്ടെന്ന് സമൂഹത്തിൽ സജ്ജമാക്കുക എന്നതാണ് ലക്ഷ്യം. ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരെയും, അല്ലെങ്കിൽ മാനസിക രോഗം മാറി എന്നാൽ അത് തിരികെ വരാൻ സാധ്യതയുള്ളവരെയും പ്രത്യേകം കണക്കിലെടുത്ത് അവർക്കുള്ള സേവനങ്ങൾ കൂടി എത്രയും പെട്ടെന്ന് ഇത്തരം ദുരന്തങ്ങളിൽ സജ്ജീകരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇത്തരം സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ ലഭിക്കുന്നതായിരിക്കണം. നല്ല ഗുണമേന്മയുള്ള സേവനങ്ങളായിരിക്കണം ഇത്. എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്നവയായിരിക്കും. ഈ ഒരു സന്ദേശത്തിന്റെ വക്താക്കളായി ഏതൊരു മഹാദുരന്തത്തെയും അടിയന്തര ഘട്ടങ്ങളെയും നേരിടുവാൻ ഈ വരുന്ന ഒക്ടോബർ 10 വെള്ളിയാഴ്ച നമുക്ക് ഏവർക്കും ഒരുമിച്ച് കൈകോർക്കാം. നന്ദി.